ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് റിയൽമി മൊബൈൽ ഫോണിൽ USB ഡീബഗിംഗ് മോഡ് എങ്ങനെ എനേബിളും ഡിസേബിളും ചെയ്യാം എന്ന് നോക്കാം. ആദ്യം ഈ സെറ്റിങ്സിൽ പോവുക. ഈ സെറ്റിങ്സ് ആപ്പ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. താഴോട്ട് പോവുക. എബൌട്ട് ഫോണിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ വേർഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യണം. ഇവിടെ ബിൽഡ് നമ്പർ കാണാം. ഈ ബിൽഡ് നമ്പറിൻ്റെ മുകളിൽ 7 ടൈംസ് ടാപ്പ് ചെയ്യണം. 1 2 3 4 5 6 7. ഇപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് കാണാം, യു ആർ നോ എ ഡെവലപ്പർ. ബാക്കിലോട്ട് പോവുക. വീണ്ടും ബാക്കിൽ പോവുക. അതിനുശേഷം ഈ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ കാണാം. ഇവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഇതെല്ലാം ഡെവലപ്പർ ഓപ്ഷൻസ് ആണ്. ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ USB ഡീബഗിംഗ് കാണാം. ഞാൻ USB ഡീബഗിംഗ് എനേബിൾ ചെയ്യാൻ പോവുക. ഇവിടെ ടാപ്പ് ചെയ്യുക. ഓക്കെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് USB ഡീബഗിംഗ് എനേബിൾ ചെയ്യാം. ഇനിയിപ്പോൾ ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ വീണ്ടും ടാപ്പ് ചെയ്ത് ഡിസേബിൾ ചെയ്യാം. വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാം. കണ്ടോ? ഈ USB ഡീബഗിംഗ് എനേബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഫോൺ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, ആപ്പ് ഡിലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഫോൺ ഡീബഗ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങളുണ്ട് ഈ USB ഡീബഗിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച്. ഇനി ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അടിയിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡീഫാൾട്ട് USB കോൺഫിഗറേഷൻ കാണാം. ഇവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇനി നിങ്ങൾ USB വഴിയുള്ള ഫയൽ ട്രാൻസ്ഫറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഫയൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇത് സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ USB വഴിയുള്ള ഫയൽ ട്രാൻസ്ഫർ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ബാക്കിലോട്ട് പോവാം. ഇനി ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യണം. ഈ ഡെവലപ്പർ ഓപ്ഷൻസ് ഇതെപ്പോഴും ഓണാക്കി വെക്കരുത്. അത് ഓഫ് ചെയ്യാൻ ഏറ്റവും മുകളിൽ പോയിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്യുമ്പോൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്യുക. ഓക്കെ, ഇത് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.